ഹായ് ഫ്രണ്ട്സ്, നമുക്ക് സിമ്പിളായിട്ടൊന്ന് എഡിറ്റ് ചെയ്യാൻ പഠിച്ചാലോ. എന്നിട്ട് ക്യാൻവ ആപ്പാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഫസ്റ്റ് തന്നെ A4 ഡോക്യുമെൻ്റ് കിടപ്പുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരു A4 സൈസ് പേജാണ് വരുന്നത്. അതിൽ നമുക്ക് താഴെ ഗാലറിയിൽ വന്നിട്ട് നമുക്ക് ഏത് ഫോട്ടോയാണ് നമുക്കതിൽ ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ആഡ് പേജ് കൊടുക്കുമ്പോൾ നമുക്ക് ഓൾറെഡി അത് പേജിലോട്ട് വരികയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളത് ഡ്രാഗ് ചെയ്ത് നമ്മുടെ ഏത് സൈസാണ് ഏത് രീതിയിലാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിച്ച് നീട്ടി ഡ്രാഗ് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്യുക. നമ്മളെപ്പോഴും ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യുമ്പോൾ അതിന് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് നിർത്തിയെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. അതായത് സിംഗിൾ ഫോട്ടോയ്ക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രാഗ് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് നമ്മൾ താഴെ തന്നെ റീപ്ലേസ്, ക്രോപ്പ്, അഡ്ജസ്റ്റ്, അതിൽ നമുക്ക് ആ ഓപ്ഷനുകളിൽ നിന്ന് അഡ്ജസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമുക്കതിൽ ആ ഫോട്ടോയ്ക്ക് ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും ആ ഫോട്ടോ നന്നായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. നമുക്കത് നമ്മുടെ ഒരു രീതിക്ക് നമുക്കത് എഡിറ്റ് ചെയ്യാം, പിടിപ്പിക്കാം, ബ്രൈറ്റ്നസ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. എന്നിട്ട് അതിൽ തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് കുറച്ച് ഡാർക്ക് ആക്കാനും ലൈറ്റ് ആക്കാനും ഒക്കെ പറ്റും. ഇതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് മുകളിൽ ഒരു ആരോ മാർക്കുണ്ട്, ഡൗൺലോഡിങ് മാർക്ക്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഈ നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഫോട്ടോ നമുക്ക് ഓൾറെഡി നമ്മുടെ ഗാലറിയിൽ സേവ് ആവും. എന്നിട്ട് നമുക്ക് ഈ ഫോട്ടോ നമ്മൾ വാട്സപ്പ് വഴി നമ്മൾ പ്രിൻ്റ് എടുക്കുന്ന എവിടെയാണെന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അവിടെ വാട്സപ്പ് വഴിയോ വാട്സപ്പ് ഡോക്യുമെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇമെയിലായിട്ടോ അയച്ചു കൊടുത്താൽ നമുക്ക് അതിൻ്റെ പ്രിൻ്റ് എടുക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മുടെ എഡിറ്റിംഗ് വരുന്നത്. ഒരു A4 സൈസ് ഫ്രെയിം എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, അതായത് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു ബിഗിനറാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കത് യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഇനിയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിന്ന് ഏറ്റവും പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.